ഇറാനുമായി ട്രംപ് ഭരണകൂടം പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ പുറത്തുവന്ന CBS ന്യൂ യൂഗോബ് സർവേ ഫലങ്ങൾ ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയാകുന്നു. കൂടുതൽ വിട്ടുവീഴ്ചകൾക്കായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനേക്കാൾ ട്രംപ് ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നാണ് 78% അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ കരാറിനെ ജനങ്ങൾ അനുകൂലിക്കുന്നത് ഇതൊരു നല്ല നീക്കമായതുകൊണ്ടല്ല, മറിച്ച് ഈ യുദ്ധം ഒരു വൻ പരാജയമാണെന്ന് അവർ കരുതുന്നത് കൊണ്ടാണെന്ന് CNN റിപ്പോർട്ട്. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന ചിന്തയിലാണ് അമേരിക്കൻ ജനത. ഇതൊരു മോശം കരാർ എന്ന് ഭൂരിപക്ഷം പേരും പറയുന്നു. സർവേയിൽ പങ്കെടുത്ത വെറും 22% ആളുകൾ മാത്രമാണ് ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വരെ യുദ്ധം തുടരണമെന്ന നിലപാട് സ്വീകരിച്ചത്. ഈ കണക്കുകൾ ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വാൻസിനും ലഭിച്ച വലിയ ജനപിന്തുണയാണെന്ന് ഭരണകൂടത്തിന്റെ ഉപദേശകർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ആർക്കാണ് ലാഭം? ഈ കരാർ അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് വെറും 22% പേർ മാത്രമാണ്. എന്നാൽ 37% ആളുകൾ ഇത് ഇറാനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നതെന്ന് കരുതുന്നു. അത് മാത്രമോ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 39% ആളുകൾ മാത്രമേ ഇത് അമേരിക്കയ്ക്ക് അനുകൂലമാണെന്ന് സമ്മതിക്കുന്നുള്ളൂ. അതായത് സ്വന്തം പാർട്ടിയിലെ 10ൽ 4 പേർ മാത്രമാണ് ഇതിനെ ഒരു വിജയമായി കാണുന്നത്. തന്ത്രപരമായ പരാജയം 45% പേർ വിശ്വസിക്കുമ്പോൾ വിജയമായിരുന്നു എന്ന് കരുതുന്നത് വെറും 29% പേർ മാത്രമാണ്. ഇറാന്റെ ആണവ പദ്ധതി സ്ഥിരമായി നിർത്തലാക്കുക എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ഈ കരാർ നടപ്പിലായതും അത് സംഭവിക്കില്ലെന്ന് 69% അമേരിക്കക്കാരും 45% റിപ്പബ്ലിക്കന്മാരും വിശ്വസിക്കുന്നു. ഒരു സമാധാന കരാർ ഉണ്ടായാലും ഇറാൻ ആണവയുദ്ധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ സാധ്യതയില്ലെന്ന് മുൻപ് നടന്ന ഫോക്സ് ന്യൂസ് പോളിംഗും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. വേറെ കുറച്ച് പ്രധാന കണ്ടെത്തലുകൾ എന്തെന്ന് വെച്ചാൽ 68% പേർ കരുതുന്നത് ഈ കരാർ പൂർത്തിയായാലും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ്. 79% പേരുടെ അഭിപ്രായത്തിൽ ഈ യുദ്ധം ഇറാന്റെ ഭരണാധികാരികളെ അമേരിക്കയോട് കൂടുതൽ അനുഭാവമുള്ളവരാക്കി മാറ്റിയിട്ടില്ല. 74% ആളുകൾ വിശ്വസിക്കുന്നത് ഇറാന്റെ ജനങ്ങളെ സുരക്ഷിതരും സ്വതന്ത്രരുമാക്കുമെന്ന ട്രംപിന്റെ ലക്ഷ്യം യുദ്ധത്തിലൂടെ കൈവരിക്കാനായില്ല എന്നാണ്. യുദ്ധം ഇറാന്റെ സൈനിക ശേഷിയെ തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ ഇറാൻ ഇപ്പോൾ ദുർബലമാണെന്ന് കരുതുന്നത് വെറും 37% അമേരിക്കക്കാർ മാത്രമാണ്. എന്നാൽ 60%-ലധികം ആളുകൾ കരുതുന്നത് ഇറാൻ ഇപ്പോഴും പഴയതുപോലെ ശക്തമാണെന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമാണെന്നോ എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനും ലോക സമ്പദ് വ്യവസ്ഥയെ അപകടത്തിലാക്കാനുമുള്ള തങ്ങളുടെ ശേഷിയെ തെളിയിച്ചുകൊണ്ട് ഇറാൻ ആഗോള വിപണിയിൽ വലിയ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ യുദ്ധം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്ന് 57% ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു. ട്രംപിന്റെ ഒടുവിലത്തെ ഈ ഒരു പിന്മാറ്റം യുദ്ധം ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ ട്രംപ് ഭരണകൂടം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബാധിച്ചുവെന്ന് 54% റിപ്പബ്ലിക്കന്മാർ ഉൾപ്പെടെ 64% ആളുകൾ വിശ്വസിക്കുന്നു. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ മടിക്കില്ല എന്ന കാര്യത്തെ ഭരണകൂടം വളരെ വില കുറച്ചാണ് കണ്ടതെന്ന് മുൻപ് CNN ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. യുദ്ധം 4 മുതൽ 6 ആഴ്ച വരെ മാത്രമേ നീണ്ടു നിൽക്കൂ എന്നായിരുന്നു ഭരണകൂടം ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 4 മാസത്തോളമായി. ട്രംപ് ഭരണകൂടം ഈ കരാറിലേക്ക് എത്തിയത് തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചത് കൊണ്ടല്ല, മറിച്ച് ഈ സംഘർഷം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് 3ൽ 2 അമേരിക്കക്കാരും ഉറപ്പിച്ചു പറയുന്നു. ലക്ഷ്യങ്ങളില്ലാത്ത യുദ്ധത്തിൽ നിന്നും നാണക്കേട് ഒഴിവാക്കാനുള്ള ട്രംപിന്റെ ഒരു പിന്മാറ്റമായാണ് ലോകം ഈ പുതിയ കരാറിനെ വിലയിരുത്തുന്നത്.